தெரியுமா யாருன்னு? இந்த பேக்கரி வச்சிருக்காரு. நண்பா எப்படி இருக்கு? ஏன் வரதே இல்லையே? என்ன சொல்ல പാത്രം 12 വർഷമായിട്ടില്ലേ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഹാപ്പിയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ ജംഗ്ഷനിലാണ്. ഓക്കെ, എൻ്റെ ഒരു ചൈൽഡ്ഹുഡൊക്കെ തുടങ്ങുന്നത് ഈ ഒരു സ്ഥലത്തു കോയമ്പത്തൂർ സൂളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ കോയമ്പത്തൂർ 5ാം ക്ലാസ് വരെ പഠിച്ചത് ഇവിടെയാണ്. അതിനുശേഷമാണ് 6ാം ക്ലാസ്സിലാണ് കേരളത്തിലെത്തിയത്, കണ്ണൂരിൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയിട്ട് ഏകദേശം 12-13 കൊല്ലം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് അവിടെ പോകുമ്പം അവിടുത്തെ ആൾക്കാരുടെ റിയാക്ഷൻ, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, പിന്നെ കുറേ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്, ഒക്കെ ഫാമിലി പോലെ തന്നെയാണ് നമ്മൾ ആ ഒരു ടൈമിൽ കഴിഞ്ഞ് പോയത്. അപ്പോൾ അവിടെ പോയിട്ട് പെട്ടെന്ന് പോകുമ്പം അവിടുത്തെ റിയാക്ഷൻ എന്താണ്, പോയി നോക്കാം എന്താവും എങ്ങനെയാവുമെന്ന് ഒന്നും അറിയില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി 7 മണിക്കാണ് ഇറങ്ങിയത്. ബസ് കയറി. ബസ്സിലെ ഫീൽ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. കാരണം പുറത്തിലെ ട്രാഫിക് സൗണ്ട് കേൾക്കാത്ത രീതിയിൽ പാട്ടുകളിലൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. അതിൻ്റെ ജസ്റ്റ് ആ ഒരു ഫീൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്ക്, നിങ്ങൾക്ക് വീഡിയോ വെച്ച് തരാം. അപ്പോൾ 12 കൊല്ലം 13 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി രണ്ടാമതും ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പം അവിടുത്തെ ആൾക്കാരുടെ റിയാക്ഷൻ എന്താണ്, അതാണ് നമ്മൾ ഈ ഒരു വ്ളോഗിൽ ചെയ്യാൻ പോകുന്നത്. സൂളൂർ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ ഇറങ്ങാൻ പോകുന്നത്. അത് ചെറിയൊരു സ്റ്റേഷനാണ്. അപ്പോൾ കുറച്ച് ട്രെയിൻ മാത്രമേ അവിടെ നിർത്തും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ നോക്കുക. വീഡിയോ എന്തായാലും അടിപൊളിയായിരിക്കും. ഇതാ ഫൈനലി ഈ ഒരു സ്ഥലത്തെത്തി. സൂളൂർ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. എനിക്ക് ഈ ഒരു സ്ഥലത്തുനിന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കുറച്ച് കൊല്ലം മുമ്പ് ഇവിടെയുള്ള സമയത്ത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. സൂളൂരിനെ കുറിച്ച് പറയാൻ കുറേ ഉണ്ട്, കോയമ്പത്തൂരിനെ കുറിച്ച് പറയാനും കുറേ ഉണ്ട്. ആണെങ്കിൽ അതിന് പറ്റിയ വീഡിയോ ഇതല്ല. ഇതാ ട്രാക്ക് ക്രോസ് ചെയ്യുന്നു. ഇതാണ് നമ്മളെ വീട് വരുന്നത്. നമ്മൾ ആദ്യം താമസിച്ച വീട് ഇതാണ്. അവർ നീല പെയിൻ്റ് അടിച്ച വീട്. ഇതാണ് ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സ്ഥലം, റെയിൽവേൻ്റെ. അവരുടെ ക്വാർട്ടേഴ്സാണ്. അവിടെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആൾക്കാർ വരുന്നത്. നമുക്ക് പോയി നോക്കാം ഏതായാലും. ചുമ്മാ വീഡിയോ എടുത്തിട്ട് വരലാന്ന് വെച്ചേ. TN30 എങ്ക വണ്ടി മാറി ഇരിക്കല്ലേ? അല്ല പറഞ്ഞോ, മലയാളം അറിയാം. ഇങ്ങനെ വെറുതെ വന്നയാ, ഇങ്ങോട്ട് വരാന്ന് വെച്ചിട്ട് വന്നയാ. தெரியுமா யாருன்னு? தெரியலையே. சேட்டன் பேக்கரி இருந்தாங்கல்ல, அவங்க பையன் விஷ்ணு பேக்கரி. இந்த பேக்கரி வச்சிருக்காரு. இங்க இருந்தது விஷ்ணு பேக்கரி இங்கே. ஆமா, கேரளா. ஆள் நல்லா இருக்கிறாரா? பரவாயில்ல. ஒண்ணு பேர் கூட என்னது? த்ரிஷா. தொழில் பண்ணாரு, சும்மா தான் இருக்காரு. எப்படி? கடை இருக்கு. கடை இருக்கு. சரி. എന്നിട്ട് മോനെ സുഖല്ലേ? നമ്മൾ ആ ഒരു ഇത് കണ്ടിട്ട് വേറൊരു ഫ്രണ്ട് பார்க்க போகிறோம். നല്ല തമിഴ് തന്നെ പറഞ്ഞു പോകല്ലോ. நண்பா எப்படி இருக்கு? நல்லா இருக்கு. யூடியூப் வீடியோவா? சாப்பிடு. அம்மாங்க அம்மா வீட்டில். நான் இப்போ தான் வந்தேன். நீ போறியா? விளாகா எப்படி இருக்கு? அம்மா தெரியுமா? விஷ்ணு எங்க யாரும் வரலையே? ஏன் வரதே இல்லையே? இதான் வந்துட்டேன்ல. அப்படியா? நான் இப்போ வந்து ஒரு இதோட சாப்பிடும். அப்படியா? நல்லா இருக்கீங்களா? நல்லா இருக்காங்களா? நீ எப்படி இருக்க? நல்லா இருக்கேன். என் ஸ்கூல் ஃப்ரெண்டு. ஸ்கூல் ஃப்ரெண்ட் இல்லை, பழைய ஃப்ரெண்டு. அங்கே போய்க்கலாம். சொல்லு. அங்கே போய்க்கலாம். பழைய ஃப்ரெண்டு. சொல்லு. ரொம்ப நாள் கழிச்சு இப்போ வந்திருக்கேன். இந்த மூமெண்ட் எப்படி இருக்கு? மூமெண்ட் நல்லா தான் இருக்கு. எத்தனை வருஷம்? 12-13 வருஷம். 12-13 வருஷம் ஆச்சு. நல்லா தான் இருக்கு. பரவாயில்ல, என்னோட ஹைட்டு தான் இருக்கிறேன். நீ பரவாயில்ல. நான் கூட எவ்வளோ மம்முட்டி மாதிரி பண்ண வச்சேன். நல்லது விஷ்ணு. நல்லா இருக்கா? விஷ்ணு லீவ்ல வா. வரேன் கண்டிப்பாக வரேன். இப்படிலாம் மாறி போய் அக்கா யாரு? இல்லை நிதானமாக சொல்லுங்க, நமக்குலாம் வயசு ஆயிடுச்சு. அப்படிங்க சொல்லுங்க. வெளியே வாங்க. என்னக்கா தெரியல. விஷ்ணுக்கா கடையில் இருந்தாங்க அந்த பையன். அக்கா எப்படி இருக்கீங்க? போகலாம். எப்போ வருவாங்க? வந்தேன்னு கேட்டாரில்ல, வந்தேன்னா உங்களுக்கு கேட்டுச்சு. அக்கா இருக்கிறாங்களான்னு. വയസ്സ് അങ്ങനെ കുറേ 2-3 ആൾക്കാരൊക്കെ ഉണ്ട്.
ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല, പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ടൈമിൽ ക്യാമറ ഷൂട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല, അതാണ് സംഭവം. പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റിയാക്ഷൻ അടിപൊളിയായിരുന്നു. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഹാപ്പിയാണ്. வெல்கம். எப்படி இருக்க? நல்லா இருக்கேன். இந்த பார்த்த இதில் எப்படி இருக்கு? என்ன சொல்லணும்? என்ன என்ன பார்த்துல 12 வருஷம் ஆயிடுச்சுல. நல்லா இருக்கியா? இப்போ எங்கே போகலாம்? எங்கே போகலாம்? நீ தான் சொல்லணும். யாரை பார்க்கலாம்? இதெல்லாம் கொஞ்சம் கொஞ்சம் ஞாபகம் இருக்கு, இந்த ஏரியா எல்லாமே. என்ன தெரியுமா தெரியல? தெரியுமா? சிவா 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 யார் தெரியுதுங்களா? விஷ்ணு. நான் அது. நீங்க சிவா நல்லா இருக்கீங்களா? இவரோட ஃபோட்டோ மட்டும் டச் பண்ணி கலர் ஜெராக்ஸ் இப்போ எப்படி இருப்பாருன்னு பார்க்க இல்லை, இவர் ஃபோட்டோ இப்போ உள்ள ரீசன்ட் உள்ள ஃபோட்டோ பார்க்கணும். அவர் வந்தால் கிடைக்குமா? அந்த பின்னாடி இருக்கல. யார் தெரியுதா? யார்? என்ன தெரியாதா? என்ன தெரியல? ஐயா இந்த கடையில் இருந்தவங்க. ஆ கரெக்ட். பை நீங்க நல்லா இருக்கிறீங்களா? நல்லா இருக்கேன், நல்லா இருக்கேன். நான் சின்ன குழந்தைன்னு பார்த்தது. ஓகே ஓகே. தங்கச்சி அக்கால இருக்குமே. தங்கச்சி பையனும் 2 பேர் தான். 2 பேர் நம்மளுக்கு தெரியும் தங்க. ஒன்றும் பிரச்சனை இல்லை. அப்படியே பிரகாஷ் சொன்னேன், அவங்க கடையில் இருக்கிறாங்கன்னு சொன்னேன். அங்கே பிரகாஷ் அண்ணா போகும்போது நான் பார்த்தேன். சரி அப்போ தான் கூப்பிட்டாங்க. நல்லா இருக்கிறீங்களா? நல்லா இருக்கு. அவங்க எல்லாரும் அவங்க 4 பேர் நல்லா இருக்கிறாங்க. எல்லாம் நல்லா இருக்காங்க. எல்லாம் நல்லா இருக்காங்க. ஒருத்தர் நம்பி பழத்தனம் பண்ணிடாத, ஏமாந்து எனவே நம்ப மாதிரி எல்லாத்தையும் நம்பிடாத. ஓகே படிக்க இருக்கணும். சரி പോയിട്ട് നാളേക്കോ മുറിഞ്ഞു വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞ് അതിലൊരു 2-3 ആളെ മാത്രം കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കാർത്തികേയൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോകാൻ നോക്കി. ഏകദേശം എനിക്ക് എൻ്റെ ഒരു മൈൻഡിൽ ഐഡിയ വെച്ചിട്ട് ആ സ്ഥലത്ത് പോയപ്പോൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയ വീട് കിട്ടുമായിരുന്നു. ആണെങ്കിൽ അവിടെ ഈടൊക്കെ ഫുള്ള് ഇതേപോലത്തെ എന്താ പറയുക, തെങ്ങിൻ്റെ കുറേ ഇതൊക്കെ ആയതുകൊണ്ട് അവിടെ കുറേ നായൊക്കെ ഉണ്ടാവും. അത് നോർമൽ നാട്ടിലെ നാടൻ നായാണ്. ആണെങ്കിൽ അത് അവിടെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗാർഡ് പ്രൊഫഷനായിട്ട് വളർത്തി. അപ്പോൾ പുതിയ ആൾക്കാരൊന്നും വന്ന് നമ്മൾ അങ്ങോട്ട് വിടൂല. അപ്പോൾ അതാണ് പ്രശ്നം. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കുറേ നായൊക്കെ ഫുൾ ചുറ്റും കൂടി. അപ്പോൾ കുറച്ച് പ്രശ്നമായി. അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് നായ കടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നമ്മളവിടെ ബാക്കോട്ട് പോകണം. ഇനി പിന്നെ എപ്പോൾ പോകുമ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം അവിടെ പോവാം, അത് കുഴപ്പമില്ല. എന്തായാലും ഇത്ര ആളെ കണ്ടല്ലോ, അത് ഹാപ്പിയാണ്. ഇതുണ്ടോ, എവിടെ പോയാലും നായായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഷോപ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെയൊക്കെ കോഴിപ്പീടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറന്നിരിപ്പാങ്ങളാ എന്നാ തെരുമാ? ഞാനൊക്കെ അപ്പ കട ഇരുന്നിച്ചില്ലേ? போயிட்டு இருக்கேன். உனக்கு எப்படி அடையாளம் தெரிஞ்சது? சரி சின்ன பையன் இங்கதான் சாப்பிட தோசை சாப்பிடுவேன், அது எனக்கு தெரியும். தோசை சாப்பிட தெரியும். அப்புறம் நல்லா இருக்கீங்களா? எல்லாம் நல்லா இருக்கா? ആ പോട്ടെന്നാലേ ഒന്നാമത് കഴിച്ച് വയറ് ഫുള്ളായി. പിന്നെ വരാം. ആ പോട്ടെന്നാലേ. ശരി, ഓക്കെ. പോയിട്ട് നാളെ മറ്റന്നാളെ. അല്ല ഇതന്നെ ഈ സെയിം കളർ അവിടെ ഉണ്ടായ? ആ ഇവിടുന്ന് കൊണ്ടുപോയ. അവിടെ ഉണ്ട്. പോയിട്ട് ലോക്കലിൽ മാത്രം ഓടിക്കുക. അപ്പോൾ ഫൈനലി നമ്മൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു കോയമ്പത്തൂർ സൂലൂർ എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറേ കൊല്ലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.